the day that knows this is our time now. Where we're going, these dreams we're holding. Oh, and now we know it. All the world is ours to take. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. കർത്താവിന്റെ സംരക്ഷണം, അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സംഗീതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്നും പറയുന്നു. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്ന് രക്ഷിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടെ നിന്നെ മറിച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്കൊരു അനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസം ഉറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോടൊട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. ഞാൻ അവനോട് ഉത്തരം പറയുകയും ചെയ്യും. ദൈവജനമാണ് നാം കേട്ടത്. It's been 3 years and 6 whole months since I saw your face that night. It took 5 seconds to fall in love and 2 more to make you mine. Now it's 4 in the morning, sunset, and 7 minutes with you and it's heaven. Ain't it out with that rose by? I love you 24/7, 365. Give you my name if you wanted to, key to my heart if you wanted to, and I hope and pray that you'll stay right here till we're old and gray. In our last few years I'm on a knee, I just need a yes. A couple kids and a picket fence, share the memories like an open book. Every page I read, it still got me hooked. And I'm fine with spending my whole life on everything you like. It's obvious that all of this is right, 'cause it's been 3 years and 6 whole months since I saw your face that night. It took 5 seconds to fall in love and 2 more to make you mine. Now it's 4 in the morning, sunset, and 7 minutes. പിതാവും പുത്രനും പരിശുദ്ധമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനാം ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിൻ്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം.
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളാടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ നിനക്ക് സ്തുതി. പാർക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടത ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എൻ്റെ നാൾ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവേ യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ശുഭഹോലാബോലബ്രോവലരുഹോ കാദീശോ. മാരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണേ. ദൈവമായ കർത്താവേ വിശ്വാസപൂർവ്വം നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധ നൽവരങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂടെ ഞങ്ങളും എണ്ണപ്പെടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഇപ്പോൾ കർത്താവേ പൂർവ്വപിതാക്കന്മാരുടെ മഹനീയമായ ദാമ്പത്യത്തിൻ്റെ മാതൃകയാൽ നിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ഈ മക്കളെ തിരക്കൻ പാർക്കണമേ. ഇവർ സ്വതന്ത്ര മനസ്സോടെ തിരുസന്നിധിയിൽ പരസ്പരം സമ്മതം നൽകുവാൻ കൃപയേകണമേ. പരിശുദ്ധ ത്രോണോസും സ്നേഹിവായും വിശുദ്ധ എവങ്കേലിയോനും ഈ വിശ്വാസികളവും ഈ നിശ്ചയത്തിന് സാക്ഷികളായിരുന്ന ഇവരുടെ സ്വതന്ത്ര മനസ്സിനെ ബലപ്പെടുത്തണമേ. ഇവർ എന്നേക്ക് പൂർണ്ണ മനസ്സോടെ ദമ്പതിമാരായി ജീവിക്കുവാൻ കൃപ ചെയ്ത് സഹായിക്കണമേ. മോറൻ വാലോഹായിൻ ലവുൽമീൻ. ദൈവമേ നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എൻ്റെ അന്യായത്തിൽ നിന്ന് നന്നായി കഴുകി എൻ്റെ പാപങ്ങളിൽ നിന്ന് വെടിപ്പാക്കണമേ. എൻ്റെ എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എൻ്റെ പാപങ്ങൾ എപ്പോഴും എൻ്റെ നേരെ ഇരിക്കുന്നു. നിനക്കെതിരായി തന്നെ ഞാൻ പാപം ചെയ്തു. നിന്റെ തിരുമുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു. അത് നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ എൻ്റെ നാലണിയാറ്റ് ഞാൻ ഉത്ഭവിച്ചു. പാപങ്ങൾ എൻ്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു. നിന്റെ ജ്ഞാനത്തിൻ്റെ രഹസ്യങ്ങൾ എന്നെ നീ അറിയിച്ചു. സോപ്പാവ് കൊണ്ട് എൻ്റെ മേൽ നീ തളിക്കണമേ. ഞാൻ വെടിപ്പാക്കപ്പെടും. അതിനാൽ എന്നെ നീ വെണ്മയാക്കണമേ. ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണതയുള്ള എൻ്റെ അസ്ഥികൾ സന്തോഷിക്കും. എൻ്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എൻ്റെ അതിക്രമങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ ഒരു വെടുപ്പുള്ള ഹൃദയം എന്നെ സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള നിന്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുതാക്കണമേ. നിന്റെ തിരുമുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. എന്നാലും നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും. പാപികൾ നിങ്ങളിലേക്ക് തിരിയുകയും ചെയ്യും. എൻ്റെ ദൈവമേ, എൻ്റെ രക്ഷയുടെ ദൈവമേ, രക്തത്തിൽ നിന്നെ രക്ഷിക്കണമേ. എൻ്റെ നാവ് നിന്റെ നീതിയെ സ്തുതിക്കും. കർത്താവേ, എൻ്റെ അധരങ്ങൾ എനിക്ക് തുറക്കണമേ. എൻ്റെ വായ് നിന്റെ സ്തുതികൾ പാടും. എൻ്റെ നാല് ബലികളിൽ നീ ഇഷ്ടപ്പെട്ടില്ല. ഹോമബലികളിൽ നീ രമ്യപ്പെട്ടുമില്ല. ദൈവത്തിൻ്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറുങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടത്താൽ സിഹ്യോനോട് നന്മ ചെയ്യണമേ. ഊർസ്ലേമിൻ്റെ മതിലുകൾ പണിയണമേ. അപ്പോൾ ബലികളിലും ഹോമബലികളിലും നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ കാളകൾ ബലിയായി കരേറും. ദൈവമേ, സുതനക്ക് യോഗ്യമാകുന്നു. ബാറക്കും ശുഭഹോലാബോലബറോവൽ റൂഹോ കാദീശോ മെൻവൂലം വാദാമലൂലം മീനാമി. തിരുസഭയെ വധുവായി വരിച്ചൊരു നാഥ, തിരുഹിതമായി ഈ ദാസരെ വാഴ്ത്തുക ദേവാ. ദയ ചെയ്തിടണമേ. ഈ ദാസർ മനസാ സമ്മതമേകാൻ മാനവനായ
മശിഹാരാജാവേ ദേവാ ദയ ചെയ്തിടണമേ. മനുജർക്കായി കുടുംബമൊരുക്കുന്നോനേ, സ്വർഗേ നിന്നും ഇവരെ വാഴ്ത്തിയിടുക ദേവാ ദയ ചെയ്തിടണമേ. കർത്താവേ ഈ നിൻ പ്രിയരാം ദാസ തിരുമുൻപാകെ മനസ്സമ്മതമേകാൻ ദേവാ ദയ ചെയ്തിടണമേ. പ്രിയപ്പെട്ട മക്കള്, മനസ്സമ്മതം നൽകുന്ന സമയമാണ്. സാക്ഷികൾ ദയവായിട്ട് മുൻപോട്ട് കടന്നു വരിക. കർത്താവിൽ നമ്മുടെ മകനായ അബിൻ ഈ നിൽക്കുന്ന ടിൻഡുവിനെ ക്രിസ്തീയ പ്രമാണവും തിരുസഭയുടെ നിബന്ധനകളും അനുസരിച്ച് വിവാഹ വാഗ്ദാനം ചെയ്യുവാൻ സമ്മതമാണോ? സാക്ഷികൾ കേട്ടല്ലോ. കർത്താവിൽ നമ്മുടെ മകളായ ടിൻഡു ഈ നിൽക്കുന്ന അബിനെ ക്രിസ്തീയ പ്രമാണവും തിരുസഭയുടെ നിബന്ധനകളും അനുസരിച്ച് വിവാഹ വാഗ്ദാനം ചെയ്യുവാൻ സമ്മതമാണോ? സാക്ഷികൾ കേട്ടല്ലോ. വിശുദ്ധ സഭയെ വിവാഹ നിശ്ചയം ചെയ്ത് തനിക്ക് വധുവാക്കി തീർത്ത സാക്ഷാൽ സത്യമണവാളനായ മിശിഹാ തമ്പുരാനെ, അനശ്വരമായ അനുഗ്രഹവും നിത്യമായ സഹായവും ഭക്തിഭരിതമായ പൂർണ്ണതയും നിന്നോട് യാചിക്കുന്ന നിന്റെ ആരാധകരായ മക്കളുടെ വിവാഹ നിശ്ചയത്തെ കൃപയോടെ നീ ആശീർവദിക്കണമേ. കർത്താവേ, മനുഷ്യ സ്നേഹത്തോടെ ഇവരെ അനുഗ്രഹിക്കണമേ. ഇവരുടെ വിവാഹം നടക്കുകയും ഇവർ സന്തോഷിക്കുകയും ചെയ്യത്തക്കവണ്ണം സൗഭാഗ്യകാലങ്ങൾ ഇവർക്ക് നൽകണമേ. അദൃശ്യമായ നിന്റെ വലത് കൈ ഇവരിൽ ആവസിപ്പിച്ച് നിന്റെ ശ്രീപായാൽ ഇവരെ കാത്തുകൊള്ളുകയും ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യണമേ. ആയുഷ്കാലം മുഴുവൻ ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും അർപ്പിക്കുമാറാകണമേ. കർത്താവിൻ്റെ കൃപ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. നിബിയന്മാരുടെ സമരങ്ങൾ അവരോടുകൂടിയും സ്ത്രീഹന്മാരുടെ കാലങ്ങൾ അവരോടുകൂടിയും ഇരുന്നുള്ള കർത്താവിൻ്റെ ബലമുള്ളതും വിജയസമ്പൂർണമായ വലത് കൈ ഈ സമൂഹത്തിലും വിവാഹ മനസ്സമ്മതം നൽകിയവരിലും അതിഥികളിലും ആതിഥേയനും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരിലും വന്ന് ആവസിക്കുമാറാകട്ടെ. സ്നേഹമുള്ളവരെ, വിവാഹ മനസ്സമ്മതത്തിൻ്റെ ശുശ്രൂഷകൾ ഇവിടെ അവസാനിക്കുന്നു. You are a picture, and every piece seems to fall into place. You are the moment when I know that I will never be the same. And every word that I could find in the corners of my mind will never be enough to let you know. This love is the best thing I have found. Like a garden. ഹായ് അബി, ഹായ് ടൈറ്റൻ. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു സുപ്രധാനമായ ഒരു നിമിഷമാണ് അല്ലേ? ഹാപ്പിയാണോ? ഹാപ്പിയാണോ? ഓക്കെ. അപ്പം അബിൻ്റെയും ടിൻഡുവിൻ്റെയും ജീവിതത്തിലെ വളരെ സുപ്രധാനമായ ദിനമാണിന്ന്. ഇന്നോളം അബിൻ്റെയും ടിൻഡുവിൻ്റെയും ജീവിതത്തിൽ പ്രാർത്ഥനയോടുകൂടിയും സ്നേഹത്തോടുകൂടിയും കൂടെ നിന്ന ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ്, സ്നേഹിതർ, ഇവരെല്ലാവരും ഇവരുടെ മുൻപോട്ടുള്ള ജീവിതത്തിലും എല്ലാ പ്രാർത്ഥനകളും സ്നേഹവും അവർക്ക് വേണ്ട സഹായങ്ങളും ചെയ്യുമെന്ന് ഉറപ്പുവരുത്താൻ കൂടിയാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അല്ലേ? ആണോ അല്ലോ? ഒരു ഓഡിയൻസൊക്കെ ഭയങ്കര ശാന്തമായിട്ടിരിക്കുന്നത്, അവർക്ക് വിഷമിരിക്കുകയാണെന്ന് എനിക്കറിയാം. എന്നാലും ഇവരോടുള്ളൊരു സ്നേഹത്തിന് നല്ലൊരു കൈയടിയാവാം. അപ്പോൾ ഇവർ രണ്ടുപേരും ഈ സ്റ്റേജിൽ നിന്ന് ഈ സ്റ്റേജ് അത്ര ഒരു ഫുൾഫിൽഡായിട്ട് തോന്നുന്നില്ല അല്ലേ? ഒരു പൂർണ്ണത വരുന്നില്ല. അപ്പം നമുക്ക് ആരെ ഇൻവൈറ്റ് ചെയ്യണ്ടേ? ഇവരുടെ ഫാമിലി മെമ്പേഴ്സിനെ വളരെ സ്നേഹത്തോടുകൂടെ വളരെ ആദരവോടുകൂടെ ടിൻഡുവിൻ്റെയും അബിൻ്റെയും ഫാമിലി ഞാൻ ഈ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യുന്നു. ആദ്യം തന്നെ ഗ്രൂമിൻ്റെ ഫാമിലിയെ വെൽക്കം ചെയ്യുന്നു. ഗ്രൂമിൻ്റെ പപ്പ, അമ്മ, സിസ്റ്റർ വേദിയിലേക്ക് വന്നോളൂ.
അപ്പോൾ ഇവർ സ്റ്റേജിൽ വന്ന സ്ഥിതിക്ക് ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെ ഫാമിലി ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ഒരു അറിവിന് വേണ്ടിയിട്ട് ഫാമിലി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ആദ്യമായിട്ട് ഗ്രൂമിൻ്റെ ഫാമിലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഗ്രൂമിൻ്റെ പപ്പയുടെ പേര് മിസ്റ്റർ ജോർജ് TJ, മമ്മിയുടെ പേര് മേഴ്സി ജോർജ്, സിസ്റ്ററിൻ്റെ പേര് അനുമോൾ. ഓക്കെ. അടുത്തായിട്ട് ബ്രൈഡിൻ്റെ ഫാമിലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ബ്രൈഡിൻ്റെ പപ്പയുടെ പേര് ടിജു, മമ്മിയുടെ പേര് സാറ ടിജു, സിസ്റ്ററിൻ്റെ പേര് ടിനു മേരി ടിജു. അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ചടങ്ങുകളിലേക്ക് കടക്കാനുള്ള നേരമായി. അറിയാലോ ചടങ്ങുകൾ എന്തൊക്കെയാണെന്ന്. അപ്പം നമുക്ക് ഏതൊരു ചടങ്ങ് തുടങ്ങുന്നതിന് മുന്നേയും നമ്മുടെ ദൈവത്തിൻ്റെ അനുഗ്രഹം തേടുക എന്നുള്ളത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ് അല്ലേ? അപ്പം അതിനു വേണ്ടിയിട്ട് ഇവരെ ബ്ലസ് ചെയ്ത് ഇവരെ മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ നമുക്കിവിടെ 2 വൈദികർ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് ഏറെ സന്തോഷത്തോടുകൂടെയും ഏറെ ബഹുമാനത്തോടുകൂടെയും നമുക്ക് സ്വാഗതം ചെയ്യാം. ഫാദർ പ്രിൻസ് കോയിക്കൽ ആൻഡ് ഫാദർ മാത്യു കുന്നുംപുറത്ത്. ഏറെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ നമ്മെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ ദൈവമേ, പരിശുദ്ധ ഹൃദയോട് ചേർത്ത് ഇന്ന് മനസ്സമ്മ നൽകി കുടുംബജീവിതത്തിലേക്ക് ഒരുങ്ങുന്ന പ്രിയ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഈ മക്കളുടെ വിവാഹാശീർവാദങ്ങളും അതിൻ്റെ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഇന്ന് പ്രിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടന്നു വന്ന എല്ലാ മക്കളെയും അവരുടെ ജീവിതയാത്രകളെയും അവിടുന്ന് കൂടെയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതെല്ലാ ക്രമീകരണങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിച്ചതിനെ ഓർത്ത് കർത്താവിനെ മുക്തപ്പെടുത്തുന്നു. പ്രിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവെ ഒരുമിച്ച് കൂടുവാൻ തക്ക വിധം സ്വർഗം അനുഗ്രഹമായി ഇന്ന് ഹിതപ്രകാരമാക്കി ഒതുക്കിയതിനെ ഓർത്ത് കർത്താവിനെ മുക്തപ്പെടുത്തുന്നു. തുടർന്നും പ്രിയ മക്കളുടെ ദാമ്പത്യ ജീവിത സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും തിരുക്കുടുംബത്തിൻ്റെ വിശുദ്ധിയുടെ കൃപയിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാനുഗ്രഹത്തിൻ്റെ കൃപയാക്കി അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വതിൻ്റെ കാര്യങ്ങളുടെ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം വഴി എല്ലാ പ്രാർത്ഥനാ നിയമങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയെ അവിടുന്ന് കേട്ട് ഉത്തരമുള്ളണമേ. ആമീൻ. പറഞ്ഞു പറയുമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടെ നിശ്ചയം അനുഗ്രഹിക്കപ്പെടാവുന്നു. ഫലമായി നമ്മുടെ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധമേ ബരാന്യമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴെപ്പോഴും മനസ്സമേതും അപേക്ഷിച്ചോണമേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും ആവാസവും എല്ലണമേലും കുടുംബജീവിതത്തിന് വേണ്ടി ഒരുങ്ങുന്ന പ്രിയ മക്കളുടെ മേലും അവരുടെ ജീവിത സ്വപ്നങ്ങളുടെ മേലും ആഗ്രഹങ്ങളുടെ മേലും മറ്റെല്ലാ ക്രമീകരണങ്ങളുടെ മേലും ഇപ്പോഴെല്ലാം നേരത്തും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. എല്ലാവർക്കും വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച് തുടങ്ങാവുന്നതാണ്. ബാക്കി ക്രമീകരണങ്ങൾ ഇവിടെ നടന്നുകൊണ്ടേയിരിക്കും. ഇനിയും പുറത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് ഓഡിറ്റോറിയത്തിനകത്തേക്ക് കടന്നു വരണം. ഇവിടെ മുൻപന്തിയിൽ സീറ്റുകൾ ബാക്കിയുണ്ട്. ദയവായിട്ട് കൂടെ വെച്ച് വരുന്ന കടന്നു വന്നുള്ള ആരെങ്കിലും പുറത്ത് ഉണ്ടെങ്കിൽ ദയവായിട്ട് കടന്നു വരണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട അബിനും ടിൻഡുവിനും എല്ലാ ഭാവുകങ്ങളും പ്രാർത്ഥനകളും ഹൃദയപൂർവ്വം വരികയാണ്. ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ, ഈ വരുന്ന 26-ാം തീയതി രാവിലെ 11:30 കുടവച്ചൂർ സെന്റ് മേരീസ് ദേവാലയത്തിൽ വെച്ച് പ്രിയപ്പെട്ട മക്കളുടെ വിവാഹം ആശീർവദിക്കപ്പെടുന്നു. ഇരു കുടുംബങ്ങളുടെ പേരിൽ ഇത് ഒരു ക്ഷണമായിട്ടും അറിയിപ്പായിട്ടും സ്വീകരിക്കണമെന്ന് ഏറ്റവും സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ഹൃദയപൂർവ്വം നേരുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. Now this occasion feels very blessed. അല്ലേ? Thank you fathers, thank you so much for blessing them. അടുത്തായിട്ട് നമ്മുടെ ഈ കല്യാണ ഉറപ്പിന്റെ മെയിൻ ചടങ്ങാണ് കുറി കൈമാറുക എന്നുള്ളത് അല്ലേ? അപ്പൊ കുറി കൈമാറുന്നതിന് മുൻപ് കുറി വായിക്കുന്ന ചടങ്ങാണ്. ഔദ്യോഗികമായി ഇവരുടെ വിവാഹം തീരുമാനിച്ചുറപ്പിച്ചു എന്ന് ഒഫീഷ്യലി എല്ലാവരെയും അറിയിക്കുവാൻ വേണ്ടി ആ കുറി വായിക്കുവാൻ വേണ്ടി ബ്രൈഡിന്റെ, അതായത് നമ്മുടെ ടിൻറ്റുവിന്റെ അങ്കിളായ മിസ്റ്റർ ജോസ് ബേബിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ബന്ധുമിത്രാദികളെ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിരിക്കുന്നവരെ, ഞങ്ങളുടെ ഇളയ സഹോദരൻ അമ്മനത്ത് വീട്ടിൽ ടിജു കോശിയുടെയും സാറ ടിജുവിന്റെയും മൂത്ത മകൾ ടിൻഡു മേരിയും വൈക്കം കുടവച്ചൂർ സെന്റ് മേരീസ് സീറോ മലബാർ കത്തോലിക്ക ഇടവകയിൽ പോതക്കപ്പള്ളിയിൽ വീട്ടിൽ ശ്രീമാൻ ജോർജ് TJയുടെയും മേഴ്സി ജോർജിന്റെയും ഇളയ മകൻ അബിൻ PGയും തമ്മിലുള്ള വിവാഹത്തിന് ഇരു കുടുംബവും ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. അതിന്റെ പൂർത്തീകരണത്തിനായിട്ടാണ് ബഹുമാനപ്പെട്ട നിങ്ങളെ എല്ലാവരെയും ക്ഷണിച്ചിരിക്കുന്നത്. നന്ദി. കുറി വായിച്ചത് എല്ലാവരും കേട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള എല്ലാ ചടങ്ങുകളും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ടിൻഡുവിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. ടിൻഡു, അബിനുമായിട്ടുള്ള ലവ് ലൈഫ് എങ്ങനെയുണ്ടെന്ന് ഞാൻ ചോദിച്ചാൽ ഒരു 2 or 3 വേർഡ്സ് കൊണ്ട് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും? എൻ്റെ ഫുൾ ഹാപ്പിനെസ് എന്ന് പറയുന്നത്
അഭിനോടുള്ള ഉള്ള ലൈഫാണ്. എൻ്റെ സന്തോഷം എന്താണെന്നും എൻ്റെ ഡ്രീം എന്താണെന്നും ഞാൻ എങ്ങനെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്നുള്ളതും എല്ലാം എന്നെ ഹാപ്പിനെസ് ആക്കുന്നതേ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നതേ അഭിനാണ്. എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം, എന്നാലും കൈ ഫ്രീ ആയിട്ടുള്ളൊരു നല്ലൊരു കൈയടി കൊടുക്കാം കേട്ടോ. കാരണം ടിൻറ്റുവിൻ്റെ ഫുൾ ഹാപ്പിനെസ് പാക്കേജ് എന്ന് പറയുന്നത് അഭിനാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Such a lovely couples അല്ലേ. ആൻഡ് ഓൾസോ അബിൻ, ഐ ക്യാൻ ട്രൂലി സേ ദാറ്റ് യു ആർ വെരി ലക്കി ടു ഹാവ് ടിൻറ്റു. കാരണം ടിൻറ്റു ഈ എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്തതുപോലാണെങ്കിലും ചില മൈന്യൂട്ട് കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും എത്രമാത്രം കൺസേൺഡ് ആണ് ഈ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. അപ്പോൾ അതിനുള്ള ഓരോ ഇവൻസിലും ടിൻറ്റു എത്രമാത്രം കൺസേൺഡ് ആണെന്ന് ചെറിയൊരു പരിചയം വെച്ച് തന്നെ എനിക്കും മനസ്സിലായ കാര്യമാണ്. സോ ദാറ്റ് ഐ ക്യാൻ അഷ്യൂർ യു ദാറ്റ് യു ആർ വെരി ലക്കി ടു ഹാവ് ഹർ. ഓക്കെ, അപ്പം ഇത്ര ഹാപ്പിനെസ് ആണ്, മോട്ടിവേറ്റ് ചെയ്യുന്ന ആളാണ്, ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണെന്നൊക്കെ നമ്മൾ കേട്ടു. അപ്പം നമുക്ക് ഇവരെ കൊണ്ട് ചെറിയൊരു ഗെയിം കളിപ്പിച്ച് നോക്കാം അല്ലേ. എല്ലാവർക്കും അറിയാവുന്നൊരു ഗെയിം തന്നെയാണ് ഷൂ ഗെയിം എന്ന് അതിന് പറയുന്നത്. പക്ഷെ നമ്മളിവിടെ ഷൂ ഒന്നും യൂസ് ചെയ്യുന്നില്ല, അതിന് വരെ 2 ഫ്ലവേഴ്സാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇവരെ കൊണ്ട് നമുക്ക് ഗെയിം ഒന്ന് ചെയ്യിപ്പിക്കാം. നിങ്ങൾ റെഡിയാണോ? 2 പേരും. അബിൻ കുറച്ചിങ്ങനെ ഇൻട്രോവേർട്ടായിട്ട് എന്നത്തിന് വിളിക്കുമോ ഇങ്ങനെയുള്ള രീതിയിൽ നിൽക്കുക. അബിൻ റെഡിയാണ്? ഫുൾ ഓൺ പവർ. ഓക്കെ, നല്ല വൈബ് കപ്പിൾസ്. എനിക്കിപ്പോഴൊന്നും സമാധാനമായി. അബിന് കുറച്ചിങ്ങനെ പുറകോട്ട് നിന്നപ്പോൾ ഞാൻ വെച്ച് ദൈവമേ ഗെയിമൊക്കെ കേൾക്കും. ഇപ്പോൾ സമാധാനമായി. അപ്പോൾ നമുക്ക് എന്തായാലും ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ ഇവരെ 2 പേരുടെയും കയ്യിൽ 2 ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് 2 കളറുള്ളതാണ്, ഒന്ന് വൈറ്റും ഒന്ന് റെഡും. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിന് നിങ്ങൾ 2 പേര് ആൻസർ ചെയ്യേണ്ടത് ഈ ഫ്ലവർ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പം എനിക്ക് 2 ഫ്ലവേഴ്സ് കൂടെ കിട്ടുമോ? 2 എണ്ണം കൂടെ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുക. കുറച്ച് പൈങ്കിളി ക്ലീഷ ചോദ്യം തന്നെയാണ്. ഹൂ സെഡ് ഐ ലവ് യു അറ്റ് ദ ഫസ്റ്റ്? ആരാണ് ആദ്യം ഇഷ്ടം പറഞ്ഞത്? ഇതെൻ്റെ കണക്ക് മൊത്തം തെറ്റിക്കുന്നത്. ആദ്യത്തെ ചോദ്യം തന്നെ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്, അതൊരു റൂളാണ്. കള്ളക്കളി കാണിക്കില്ലേ ഇതില്, ആദ്യം തന്നെ തെറ്റിക്കല്ലേ. അപ്പം ഗ്രൂമിന്റെയും ബ്രൈഡിന്റെയും പോയിന്റ്സ് എണ്ണുന്ന ആരാ? അവിടെ കുറച്ച് പേര് നിൽപ്പുണ്ട്. ആരെണ്ണം? എണ്ണിക്കോണേ. അപ്പൊ ഇത് ആദ്യം ആക്കാ പോയിന്റ് വീണേക്കുന്ന ഇവിടെ. റെഡ് റോസ് ഗ്രൂമിന്റെ, വൈറ്റ് റോസ് ബ്രൈഡിന്റെ. അപ്പൊ ആദ്യം ആരാ ഇഷ്ടം പറഞ്ഞേ? ഒന്നുകൂടെ ഒന്ന് റേസ് ചെയ്തേ. ഓക്കെ, അപ്പൊ ഗ്രൂമിനാണ് ആദ്യത്തെ പോയിന്റ്. കൈ ഫ്രീ ആയിട്ടിരിക്കുന്നവരൊന്ന് കൈ അടിച്ചേക്കണേ, അത് എനിക്കും ഒരു മോട്ടിവേഷനാ, അതുകൊണ്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അപ്പൊ ഗെയിം മനസ്സിലായല്ലേ എങ്ങനെയാണെന്ന്? ആദ്യം പറഞ്ഞു നമ്മുടെ അബിനാണ് ഇഷ്ടം തുറന്ന് പറഞ്ഞതെന്ന്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആരാണ് ഈ പ്രയർ അല്ലെങ്കിൽ ഈ പള്ളി കാര്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആരാണ്? ഓ, നല്ലൊരു കൈയടി കൊടുക്കാം. നോക്കുന്നില്ലല്ലോ 2 പേരും. ടിൻഡുവിനെ എനിക്ക് ഇവിടെ നിന്ന് കാണാം, എനിക്ക് അബിനെ അത്ര കാണുന്നില്ല ഇവിടെ നിന്ന്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആരാണ് ഏറ്റവും കൂടുതൽ, നിങ്ങൾ 2 പേരിൽ ആരാണ് ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിൾ? ആരാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൽ? അവൻ വളരെ ആലോചിച്ചാണ് പറയുന്നത്. അവന് ഇത് പരീക്ഷയില്ല, നമുക്ക് പ്രൈസും ഇല്ല ഇവിടെ. പൊക്കി അത് കേൾക്കുമ്പോഴേ പൊക്കിക്കോ. ആരാണ് ആദ്യം മനസ്സ് വരുന്നത് നോക്കിക്കോ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന അബിൻ പറഞ്ഞിരിക്കുന്നത് ഞാനാണ് റെസ്പോൺസിബിൾ, ടിൻഡു പറഞ്ഞിരിക്കുന്നത് അല്ല ഞാനാണ് റെസ്പോൺസിബിൾ. കസിൻസിനടുത്ത് പോണോ? നമുക്ക് ഒരു ന്യൂട്രൽ ആരെങ്കിലും ഇവിടെ നിർത്തണോ? ആരാ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിൾ? നിങ്ങൾക്ക് അറിയാവുന്നതില്ല. ടിൻഡു ആണെന്ന് അനിയത്തി പറഞ്ഞേ. വല്ല ഓഫർ ചെയ്തിട്ടുണ്ടോ അനിയത്തിക്ക്? ഇല്ല, എന്നെ മാത്രം പറയണമെന്നെല്ലാം പറഞ്ഞത്. ഓക്കെ, ടിൻഡു ആണ് റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് മാർക്ക് ആർക്ക് കൊടുക്കണം? ടിൻഡു എടുത്തോട്ടെ അല്ലേ. അപ്പൊ ബ്രൈഡിന് ഇപ്പൊ എത്ര പോയിന്റ്സ് ആയി? 2. ഗ്രൂമിന് 3 അല്ലേ? ഗ്രൂമിന് 1 ഉള്ളൂ. അബിനെ 1 ഉള്ളൂ. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ആരാണ് നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫണ്ണി, ഭയങ്കര കോമഡിയൊക്കെ പറഞ്ഞ്? ഓ, 2 പേര്. അപ്പൊ ഇത് തന്നെയാണ്. ചളിയാണോ അതോ നല്ല തമാശയാണോ പറയുന്നത്? നല്ല തമാശ, ഭയങ്കര ഹാപ്പിനെസ് കൊടുക്കുന്ന ആളാണ്. അപ്പം അബിൻ തന്നെ ആയിരിക്കും ഫണ്ണി. അപ്പൊ ആർക്കാ ഇപ്പൊ പോയിന്റ്? 2 പോയിന്റ് ഗ്രൂമിന്. അപ്പം ഈക്വലായി ടൈ ആയി. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഈ തർക്കങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, എന്തായാലും ആർഗ്യുമെന്റ്സ് വരും. അപ്പൊ ഇതില് ആ തർക്കങ്ങളൊക്കെ സോൾവ് ചെയ്ത് ആരാണ് ആദ്യം അപ്പോളജൈസ് ചെയ്ത് ഒരു സോറി പറയുന്നത്? ക്ഷമയുള്ള മനുഷ്യനാ, നല്ലതായിട്ട് ജീവിതം പോവും. ഓക്കെ, അപ്പം അവിടെ സ്കോർ ചെയ്ത് ആരാ ഇപ്പൊ? ഗ്രൂമ. അബിനെ ഐ എം സോ ഹാപ്പി ഫോർ യു ആൻഡ് ഐ എം സോ ഹാപ്പി ഫോർ ഇറ്റ് ഇൻ ടു. ഓക്കെ, അബിൻ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ.
ഞാൻ മനസ്സിലൊരാളെ വിചാരിച്ച് വെച്ചിട്ടുണ്ട്, അത് തന്നെ ആയിരിക്കണേ ആൻസർ. ആരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പങ്ക്ച്വൽ, അതായത് സമയം കൃത്യമായി പാലിക്കുന്ന ആളാരാണ്? പക്ഷെ ഞാൻ നേരെ തിരിച്ചാ വിചാരിച്ച കേട്ടോ. സാധാരണ പെണ്ണുങ്ങളാണ് സമയം അധികം പാലിക്കാത്ത. ഈ റെഡിയായി ഒരുങ്ങിയൊക്കെ വരുമ്പോഴത്തേക്കും ഒരു സമയം, ആൺപിള്ളേർ അപ്പോഴത്തേക്ക് ഇങ്ങനെ അല്ലേ, ഇവിടെ ഏതൊക്കെയോ പറയുന്നു. അപ്പം ഇപ്പൊ ബ്രൈഡിന് എത്ര പോയിന്റ്സ് ആയി? 3. ഗ്രൂമിന് ഇതെന്താ ഇങ്ങനെ ടൈല് നിൽക്കുന്ന? ആരെങ്കിലും ഒരാൾ ജയിക്കണം. പ്രൈസ് ഒന്നുമില്ല, കുറച്ച് കൂടുതൽ ഐസ്ക്രീം കിട്ടും, അതിന് വേണ്ടിയിട്ടാ. ജയിക്കണം ആരെങ്കിലും ഒരാൾ. അപ്പം ഇതിൽ ആരാൾക്ക് ഏറ്റവും നല്ല ഫാഷൻ സെൻസ് ഉള്ളത്, നല്ല ഡ്രസ്സിങ് സെൻസ്, ഫാഷൻ സെൻസ് ഉള്ളത്? അബിൻ സമാധാനം കിട്ടാൻ വേണ്ടി ടിൻറ്റുവിന് വിട്ടുകൊടുക്കുന്നതാണോ അതോ അങ്ങനെ തന്നെയാണോ? ആണെന്ന്. ഓക്കെ, അപ്പം ബ്രൈഡിനാണ് ഇവിടെ പോയിന്റ് കൂടുതൽ. ഞാൻ ടീം ബ്രൈഡാണ്, കാരണം എനിക്ക് ടിൻറ്റുവിനെ കുറച്ചുകൂടെ പരിചയമാണ്. ഞാൻ ടീം ബ്രൈഡാണ്. ടീം ഗ്രൂം എത്ര പേരുണ്ട് ഒന്നറിയാനേ? ടീം ഗ്രൂം എത്ര പേരുണ്ട്? ടീം ഗ്രൂം ടിൻറ്റു അനിയത്തി പോയി കേട്ടോ, അനിയത്തി ഗ്രൂമിന്റെ സൈഡിലായി. ടീം ഗ്രൂം ആരൊക്കെ? അനുമോളും അവിടുന്ന് ടീം ഗ്രൂം. ഓക്കെ, ഇതെല്ലാം ടീം ഗ്രൂമാ. അപ്പൊ ടീം ബ്രൈഡ് ഒന്ന് കൈപൊക്കിക്ക്, ടിൻറ്റുവിനെ വിഷമിപ്പിക്കല്ലേ. പോതണ്ട, 4 പേരും അവിടുന്ന്. ടിൻറ്റു തിരിഞ്ഞു നോക്കുന്നു നിങ്ങളെ, പ്രതീക്ഷ നിങ്ങളാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഞാൻ നോക്കിയിട്ട് ബ്രൈഡും ഗ്രൂമിനും ടീം മെമ്പേഴ്സ് അത്യാവശ്യം ഏകദേശം ഒരു ഈക്വൽ ആണെന്ന് തോന്നുന്നു. ഈക്വൽ സപ്പോർട്ട് തന്നെ കിട്ടും, വിഷമിക്കണ്ട. എന്നാലും ടിൻറ്റുവിൻ്റെ അനിയത്തി മാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ടിനു മാറുമെന്ന് പ്രതീക്ഷിച്ചില്ല. എന്നാലും അബിന് എന്ത് ഓഫറിങ് ഞാൻ കൊടുത്തതെന്ന് അറിയത്തില്ല, എന്നാലും സീക്രറ്റ്ലി ചോദിക്കുന്നുണ്ട്. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ആർക്ക് ഏറ്റവും ഫാഷൻ സെൻസ് ഉണ്ടെന്ന് പറഞ്ഞു? ടിൻറ്റുവിന്. ഓക്കെ, അടുത്തത് ആരാണ് ഏറ്റവും കൂടുതൽ ക്ഷമയുള്ള ആളെ? ഹു ഇസ് മോർ പേഷ്യൻറ്റ്? ഒരു സംശയം കൂടെ ആദ്യം തന്നെ പൊക്കി, അബിനാണ്. നല്ലൊരു കയ്യടി കൊടുക്കാം കേട്ടോ. ഒരു മനുഷ്യൻ നല്ല ക്ഷമയുള്ള ആളാണെന്ന് വേറെ ആൾ സമ്മതിച്ചു കൊടുക്കുന്ന നല്ലൊരു കോംപ്ലിമെന്റ് ആണ് അല്ലേ? അപ്പൊ നല്ലൊരു കയ്യടി കൊടുക്കാം. അടുത്തത് ആരാണ് ഏറ്റവും കൂടുതൽ, ആരാണ് ഏറ്റവും ഫുഡി? ആരാണ് ഭക്ഷണത്തോട് ഭയങ്കര താല്പര്യമുള്ളത്? വിത്തൗട്ട് എനി ഡൗട്ട് അബിനാണ് സ്കോർ ചെയ്യുന്നത്. ഇൻട്രോവേർട്ടിസ് ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് അബിനാണ് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്നത്. അപ്പൊ അബിനിപ്പോ എത്ര പോയിന്റ് ആയി? ഗ്രൂമിന് എത്ര പോയിന്റ് ആയി? 5. അവിടെ ഭയങ്കര കാര്യമായിട്ട് എണ്ണിക്കൊണ്ടിരിക്കുക കേട്ടോ. ബ്രൈഡിന് എത്ര പോയിന്റ് ആയി? 4. ടിൻറ്റു സ്കോർ ചെയ്യണം, നമ്മുടെ പരിപാടി, അപ്പൊ നമ്മളെ സ്കോർ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. ആരാണ് കൂടുതൽ വർക്കഹോളിക്? ആരാണ് വർക്ക് ചെയ്യണം ക്ഷീണം ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ആളാരാണ്? അബിൻ വല്ലാണ്ട് ആലോചിക്കുന്നു. ഓക്കെ, നല്ലൊരു കൈയടി കൊടുക്കാം. ഇവര് തെറ്റിക്കാണ്ട് പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞു വല്ലതും വെച്ചോ? ഞാൻ ചോദിക്കൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇത്. പിന്നെ എങ്ങാനും ചോദിച്ചാലോ? കൈ കാത്തിട്ടു. ഓക്കെ, അപ്പൊ ടിൻറ്റു ആണ് ഇപ്പം പിന്നെ സ്കോർ ചെയ്തത് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. ആരാണ് ഇത്? ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട ആവശ്യം ഇല്ലെന്ന് തോന്നുന്നില്ല, ഞാൻ ചോദിക്കാം. ഇതിൽ ഇൻട്രോവേർട്ട് ആരാണ്? ആഹാ, സന്തോഷായി. ഈക്വൽ ആന്ന് പറയുന്നു. ഒരാൾ പറഞ്ഞു ഞാൻ മാത്രമേ ഉള്ളൂ. എങ്ങനെയാ കസിൻസ്, ഫ്രണ്ട്സ് ഒന്ന് പറഞ്ഞേ, ആരാ ഇൻട്രോവേർട്ട്? ഇവരെ അറിയാവുന്നവര് പറയൂ. സംശയ? എനിക്ക് തോന്നിയത് അഭിനാന്ന് കേട്ടോ, പക്ഷെ ഇപ്പൊ അത് മാറി വരുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങള് പരസ്പരം ഇഷ്ടപ്പെടുന്നില്ല, ആരാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയാം. ആരാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടത്തില് ആരാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? അഭിന് ഇഷ്ടപ്പെടുന്നില്ലേ? പൊക്കിയിട്ടില്ലല്ലോ, ചിന്തിക്കുകയാണോ? ഏറ്റവും കൂടുതൽ നിങ്ങളിൽ 2 പേരില് പരസ്പരം സ്നേഹിക്കുന്നതില് എനിക്കാണ് ഏറ്റവും ഇഷ്ടം, അല്ലെ അവൾക്കാണ് ഏറ്റവും ഇഷ്ടം, അങ്ങനെ ഒരു പെർസ്പെക്റ്റീവിൽ ആരായിരിക്കും? മത്സരം കേട്ടോ. അതില് ഞാനാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെന്ന്, അപ്പുറത്തെന്ന് പറയുന്നത് ഞാനാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. അതെങ്ങനെ എന്നും അങ്ങനെ തന്നെ കാണട്ടെ. നിങ്ങൾ വേറെ ഒന്നിലും ഒരു കോമ്പറ്റീഷൻ വേണ്ട. നിങ്ങളുടെ ഈ ലവ് ലൈഫ് ഞാനാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, അതൊരു കോമ്പറ്റീഷൻ എപ്പോഴും നല്ലതാണ് അല്ലേ? അപ്പൊ ടിൻറ്റു പറഞ്ഞു ഞാനാണ് കൂടുതൽ സ്നേഹിക്കുന്നത്, അബിൻ പറഞ്ഞു അല്ല ഞാനാ സ്നേഹിക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടോ കേട്ടോ. അപ്പൊ അതില് അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ ബ്യൂട്ടിഫുൾ, അതായത് എന്നെയാണ് കാണാൻ നല്ലത് എന്നുള്ളത്? ഓഹ്, എന്താല്ലേ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഏറ്റവും കൂടുതൽ സുന്ദരല്ലേ സുന്ദരി ഞാനാണെന്ന് തോന്നൽ വന്നപ്പം ടിൻറ്റു പറഞ്ഞു ഇല്ല എന്റെ ഇച്ഛായനാണ് സുന്ദരൻ. അവിടുന്ന് അവൻ ഇല്ല എന്റെ കെട്ടിയോളാണ് സുന്ദരി. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു കൈയടി കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ഗെയിം ഇവിടെ അവസാനിച്ചിരിക്കുക കേട്ടോ. സമയത്തിന്റെ നമുക്ക് ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് ഗെയിം ഇവിടെ അവസാനിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഗ്രൂമിന് എത്ര പോയിന്റ്സ് ആയപ്പോ? 5. ബ്രൈഡിനും? അപ്പം ഞങ്ങളുടെ ടീം ബ്രൈഡാണ് ജയിച്ചേ. ടീം ബ്രൈഡ് ഒന്ന് നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം കേട്ടോ. ഗ്രൂപ്പിന് ക്ലാപ്പ് ചെയ്യാം.
ഓക്കെ, അവിടെ നിന്ന് ഭയങ്കര സപ്പോർട്ട്. ഓക്കെ, നമുക്ക് എനിക്ക് കേട്ടോ. തീർന്നിട്ടില്ല. ടിൻറ്റുവിനെ കൊണ്ടുള്ള ടാസ്ക് കഴിഞ്ഞു. ഇനി നമുക്ക് അഭിനെ കൊണ്ടൊരു ടാസ്ക് ചെയ്യിപ്പിക്കാനുണ്ട്. കഴിഞ്ഞില്ലെന്നായിരിക്കും, ഇവളെന്നെ വെറുതെ വിടത്തില്ലെന്നായിരിക്കും. ഒന്നുമില്ല, നിങ്ങളുടെ ഭയങ്കര ഹാപ്പിനെസ് ആണ്, നിങ്ങൾ നല്ല അണ്ടർസ്റ്റാൻഡിങ് ആണെന്നൊക്കെ ഈ ഒരു ഗെയിമിലൂടെ എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ അഭിനോടൊന്ന് റിക്വസ്റ്റ് ചെയ്യുക, ഒഫീഷ്യലി ഇത്രയും പേരുടെ മുന്നിൽ വെച്ചിട്ട് ഒന്ന് ടിൻറ്റുവിനെ ഒന്ന് പ്രപ്പോസ് ചെയ്യാം. പ്രപ്പോസ് ചെയ്യേണ്ട വിധം വേണ്ടാന്നോ? ഞാൻ മൈക്ക് വെച്ചാൽ ഓക്കെ, മോണോ ആക്ട് ചെയ്ത് കാണിച്ചോളാം. മൈക്ക് കൊടുക്കുന്നില്ല, മോണോ ആക്ട് ആയിരിക്കും. അപ്പൊ ടിൻറ്റുവിനെ അഭിനിപ്പോൾ പ്രപ്പോസ് ചെയ്യുമ്പോൾ ഒഫീഷ്യലി ഓക്കെ. അപ്പൊ നല്ലൊരു മൊമെന്റ് ചെയ്ത് നല്ലൊരു കയ്യടി കൊടുക്കാം. നമുക്ക് അഭിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഈ റോസ് വെച്ചിട്ട് ടിൻറ്റുവിനെ ഒന്ന് പ്രപ്പോസ് ചെയ്യണം. നിങ്ങളുടെ മൊമെന്റ് ആണ്, നല്ലപോലെ അങ്ങ് ജീവിക്കുക. വിത്ത് ഡയലോഗാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. അബിൻ്റെ ആ ഒരു നേച്ചർ വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഈ ഫ്ലവർ ഇങ്ങനെ കൊടുക്കത്തേ ഉള്ളെന്ന് വിചാരിച്ചു. പക്ഷേ അബിൻ, യു ഡിഡ് വെരി ബ്യൂട്ടിഫുള്ളി. ഓക്കെ, അപ്പം നമ്മുടെ കപ്പിൾ ഗെയിം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇവർക്ക് കൊടുക്കാനുള്ള ടാസ്കും കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും ഹാപ്പി അല്ലേ? ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിങ്ങളുടെ മുഖത്തുനിന്ന് എനിക്കത് കാണാം, ഭയങ്കര എക്സൈറ്റഡ് ആണ്. വന്നപ്പോൾ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം നല്ല എക്സൈറ്റ്മെൻ്റ് ആണ് അവരുടെ മുഖത്ത്. ഐ എം സോ ഹാപ്പി. ആൻഡ് ഞാൻ രണ്ടുപേരോടോട്ട് പറയാം, നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ലക്കിയാണ്. ഓക്കെ, ഫ്രം ദിസ് ഗെയിമും അതുകൂടെ കഴിഞ്ഞുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ രണ്ടുപേരും നല്ല ലക്കിയാണ്. സോ അപ്പോൾ നമ്മുടെ മെയിൻ ഈവൻസ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. Do you love the rain? Does it make you dance when you jump with your friends at a party? What's your favorite song? Does it make you smile? Do you think of me? When you close your eyes, tell me, what are you dreaming? Everything I wanna know it all. I'd spend 10,000 hours and 10,000 more. Oh, if that's what it takes to learn that sweetheart of yours. And I might never get there, but I'm gonna try. If it's 10,000 hours or the rest of my life, I'm gonna love you. Do you miss the road that you grew up on? Did you get your middle name from your grandma? When you think about you forever now, do you think of me? When you close your eyes, tell me, what are you dreaming? Everything I wanna know it all. I'd spend 10,000 hours and 10,000 more. Oh, if that's what it takes to learn that sweetheart of yours. And I might never get there, but I'm gonna try. If it's 10,000 hours or the rest of my life, I know I'm the reason you're hurting, and I know that I still don't deserve it. And you know that I'll never be perfect. I'm trying though. I see what I am and I hate it. You give me your heart and I break it. I don't know how long you can take this. I need to know, do you have faith in me? Or did I let you down too many times? You know I'm trying to be a little better now. I never get it right. And you say it's hard to believe me, that you can't afford to leave me. I cut you deep, you're running dry. But do you still have faith in me? But do you still have faith in me? Do you still have faith in me? You know
that I'm still in your best years. Not fair that I ask you to be here. I'm scared that I'll drown you in my tears. It's what I do. I see what I am and I hate it. Keep failing when I try to change it. I don't know how long I can take this, 'cause it's killing you. Do you have faith in me? Or did I let you down too many times? You know I look into your eyes, I see we're out of time. I guess no one's to blame, nobody crossed the line. I guess we couldn't see, somehow we couldn't feel. Maybe we rose too fast, maybe we got too high.